ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, രാത്രി സന്ധ്യ കഴിഞ്ഞ് രാത്രിയായി. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് അനൂട്ടീൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അനൂട്ടീൻ്റെ ഏട്ടൻ്റെ പിറന്നാളാണ് ഇന്ന്. അങ്കിതിൻ്റെ പിറന്നാളാണ്. 18 വയസ്സ് പൂർത്തിയാകുന്നതാണ്. അപ്പോൾ താഴെ ചേച്ചി വിളിച്ചിട്ടുണ്ട്. കേക്ക് മുറിയെല്ലാം തുടങ്ങാനായി. അപ്പോൾ നേരത്തെ ഇപ്പോൾ വിജയോടെ പുറത്ത് പോയിട്ട് ഇപ്പോൾ വന്നതാണ്. നമ്മൾ നേരത്തെ പോയി ചേച്ചിക്ക് വെക്കേണ്ടതിനെല്ലാം സഹായിച്ചിട്ട് ഇപ്പോൾ വന്നതാണ് കുളിക്കാൻ വേണ്ടി. അപ്പോൾ കുളിച്ച് നമുക്ക് പോവാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുട്ടോ. നിങ്ങൾക്ക് ചിക്കന് നെയ്ച്ചോറ് വേണമെങ്കിൽ വേഗം മക്കളെ കൂട്ടിയിട്ട് താഴെ വന്നു. നീ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ കൊണ്ടുതരൂപ്പ. എന്നാലും പറഞ്ഞാ പോട്ടെ, പോയിട്ട് വരാം. ഉച്ചക്ക് മീന് തിന്നതിന്റെ ഇത് ഇനി മാറിയിട്ടില്ല. അതാ നല്ല ഉറക്കാന്ന്. പോവാ. അമ്മയുടെ ടോർച്ചെല്ലാം അടിച്ചോണ്ട് പോകുന്നേട്ടാ. അതെ, എൻ്റെ അങ്കീതിൻ്റെ ഇന്ന് ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. പോകാം നമ്മള്. അന്നൂട്ടിന്റെ ബർത്ത്ഡേ 8-ാം തീയതിയാണ്, അങ്കീതിൻ്റെത് 3-ാം തീയതി. അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം 2 ബർത്ത്ഡേ ഒരുമിച്ചിട്ടാണ് എല്ലാ പ്രാവശ്യം അല്ലേ എന്ന് അടുപ്പിച്ച ദിവസമായിട്ട് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നില്ലേ. 18 വയസ്സ് നിറയ്ക്കുന്നതുകൊണ്ട് അത് വേറെ തന്നെ ഒരു ദിവസമായി. എന്റെ ബർത്ത്ഡേ എന്റെ പിറന്നാള് എന്ന് പറഞ്ഞാല് ഡിസംബർ 13 ഡിസംബർ 2016. ഓ, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നേരെ താഴത്തിന്റെ ആട്ടെ അനൂട്ടിന്റെ വീട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വടിയെല്ലാം കുത്തിയിട്ട് നടന്നു ഓടിക്കേട്ടാ. ഇരുട്ടത്തല്ലേ, അപ്പൊ ലൈറ്റിനടി മോനിത് പിടിച്ചോ. ഞാൻ പിടിച്ചോളാം. നിങ്ങളെയോ നമുക്ക് അപ്പുറം മേടിക്കാം. കാണുന്നുണ്ടോ നമ്മള്? ചെറിയ അടുത്താണ് കേട്ടോ. പക്ഷെങ്കിൽ ഇടിങ്ങനെ ഒരു വഴിയാണ്. മുമ്പ് നമ്മളൊരു ലൈറ്റ് ആക്കിയിട്ടുണ്ടേനും, ഇപ്പം അതില്ലാതാണ്. അനൂട്ടിൻ്റെ അച്ഛൻ്റെ 47 മരത്തിൻ്റെ പരിപാടിയാണ്. ഇവിടെയെല്ലാം മരം ഇങ്ങനെ എട്ടി വെച്ചിട്ടുണ്ട്. ഫർണിച്ചറിൽ ആദ്യം ആക്കി കൊടുക്കുന്നുണ്ട്. എന്താ ഫർണിച്ചർ വേണ്ട, ഇപ്പോൾ ഇല്ല ആക്കില്ല. ഇന്നാള് ഫർണിച്ചറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഇത് ബാക്ക് പുറാണ് കേട്ടാ. നിനക്കല്ല, നിനക്ക് മറ്റന്നാള്. മറ്റന്നാള് കിട്ടുമല്ലോ. അപ്പുറത്തുണ്ട്, അവിടെ കളിക്കലാ. ഓ, കളിക്കാന് ചെറിയ കുട്ടിയല്ല പറയണേ. 18 വയസ്സായി പറയുമ്പോല്ലോ അവന്. അതുകൊണ്ട് ചേച്ചിന്റെ പണിയൊന്നും തീർന്നിട്ടില്ല കേട്ടാ. നെയ്ച്ചോറ് അടിപൊളി. ചിക്കൻ കറി, സലാഡ് ഫ്രിഡ്ജിലുള്ളത്, അച്ചാറ് ഫ്രിഡ്ജിലുള്ളത്, കൊടുക്കാനാകുമ്പോൾ എടുക്കാൻ വെച്ചിട്ട് ഉള്ളിലെടുത്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് ചേച്ചിന്റെ ഇപ്പൊ പുതിയതായിട്ട് ആക്കിയ അടുപ്പ് കേട്ടോ. എങ്ങനെയുണ്ട് ചേച്ചി ഇപ്പത്തെ അടുപ്പ്? അടുപ്പ് സൂപ്പറാണ്, എനിക്ക് ഇഷ്ടമായി. എന്ന് വെച്ചാല് മറ്റു പറയുന്ന കേൾക്ക ഇത് അടുപ്പിൽ തീപ്പരിച്ചാലൊന്നും വേഗം ഒന്നും പറ്റൂലാണ്. എന്നെ സംബന്ധിച്ചിട്ട് വേഗം പറ്റലുണ്ട്. ഏത് സമയം ചൂടുവെള്ളം ഉണ്ടാവും. എന്ത് ഉണക്ക, മഞ്ഞൾ കഴുകി ഉണക്ക, മുളക് ഉണക്ക, എല്ലാം ഉണക്ക, കൊപ്പര. നമ്മളെ വീട്ടിൽ മെയിൻ ആയിട്ട് തുണി ഉണക്കല്. ഇപ്പൊ തുണിക്ക് പിന്നെ വെയിലില്ലേ, അതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു അടുപ്പാട്ടെ. ഇതിനുള്ളിൽ കുറച്ച് സ്റ്റോറേജിന്റെ സൗകര്യം ഉണ്ട്. അടുത്ത സ്റ്റോറേജിന്റെ സ്ഥലമാണ് ചേച്ചി. ഇതിനുള്ളിൽ സാധനം വെക്കാട്ടാ. ഇതൊരു സ്റ്റോറേജിന്റെ സ്ഥലമാണ്. കൊപ്പരയിലിട്ട് വെക്കലാണ്. പിന്നെ കൊപ്പര ഉണക്കിട്ട് ഇന്ന് കൊണ്ടുപോയതാണ്. നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കഴിഞ്ഞു പണ്ട്. ഇതിപ്പോ കൊറേ എത്രയായി ചേച്ചി? 3 മാസം 4 മാസം അല്ല, നവംബർ 1 വർഷമാവാനേ. 1 വർഷമാണേ അല്ലേ. ഹായ്, ഹാപ്പി ബർത്ത്ഡേ. രാവിലെ എല്ലാം പറഞ്ഞിട്ടാ. എന്നാലും ഒന്നിപ്പോ ആദ്യം ബർത്ത്ഡേ കേക്ക് കുറിക്കാൻ ഒന്നുകൂടി പറയാമെന്ന്. ഇതിക്ക് രാവിലെ പറയാൻ പറ്റിയില്ല, സ്കൂൾ പോയോണ്ട്. ഇപ്പൊ എന്റെ ചങ്ങ വിളിച്ചിട്ട് അപ്പൊ അങ്കി വിളിച്ചിട്ട് ഹലോ ഹാപ്പി ബർത്ത്ഡേ. ഇവനവിടെ ശരിക്കും പറയണ്ട, എനിക്ക് ഇവൻ അങ്ങോട്ട് ഹാപ്പി ബർത്ത്ഡേ. കുളിക്കട്ടെ. ഓ മതി, എല്ലാ ദിവസവും ബർത്ത്ഡേ ആയിക്കോട്ടെ. ഇന്ന് മതി. അപ്പം ഇതാണ് എന്റെ അടുക്കള. ഇതാണ് വീടിന്റെ സെന്റർ ഹാൾ. നമ്മളെ വീട് കുറേ വട്ടം നമ്മൾ കാണിച്ചു. എന്നാലും ഒന്നും പ്രത്യേകമായിട്ട് കാണിക്കാൻ പറ്റും. പ്രത്യേകമായിട്ടൊന്നുമില്ല, വീട് കാണിക്കാനില്ല. എന്റെ ബർത്ത്ഡേക്ക് കിട്ടിയത് ഇതാ. ഇത് വേറെ വേണ്ട, അതിന്റെ മുമ്പത്തെ ബർത്ത്ഡേ ആ പിറന്നാളിന് തന്നെ ഇത് കിട്ടിയ. പിറന്നാളിന് തന്നെ ഇത് കിട്ടിയ. പിന്നെ ഇതെന്നെ വരച്ചിട്ട് മരിച്ചിട്ട്
എൻ്റെ ചിക്കൻ പൊരിച്ചത്. ചെങ്ങായി ഇതാ ഇത് വേറെ അടിപൊളിയായിട്ടുണ്ട്. അതിനോട്ടിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ നമുക്ക് കാണാം. ഇത് പോയി കേട്ടാ, ഇത് സൂക്ഷിച്ചു വെക്കണം. അതിനോട്ടി ഇത് അതിനോട്ടിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ കേട്ടാ. ഇങ്ങോട്ട് നോക്കടാ. പോയിക്കോട്ടെ. ഇല്ലില്ല പാവൻ ഞാൻ എന്ത് സുന്ദര. നേരം വെറും കുരുത്തക്കണം. എന്റെ അമ്മോ, പിന്നെ ഞാൻ എടുത്ത് നടക്കല്ലേ പണി. അത് പാവം ഭാവിയാണ്, ഞാൻ എപ്പോ എടുത്ത് നടക്കും. ഇത് വെറും കുരുത്തം കേട്ട ഭാവി ഇട്ടേക്കും കുരുത്തക്കട്ടെ അല്ലേ? നിന്റെ ഫോട്ടോ ഒന്നും ചെറുപ്പത്തില്ല കേട്ടാ, കാണിച്ചുതരാം. ഞാനോടിന്റെ വീട് ഒരു ബെഡ്റൂം, അടുത്ത ബെഡ്റൂം, മേലേക്കുണ്ട്. കാണിച്ചു അതെ. അല്ല അധികാരിക്കും ഒന്നിന്റെ ഇങ്ങനെ ഉണ്ടാവില്ല, അതിന്റെ അങ്ങേ തലക്കാവില്ല, അത്രക്ക് കുത്തക്കടേന്. പക്ഷേ വെളുത്തുള്ളി ഇങ്ങനെ ഭയങ്കര പേടിയാണ്. വെളുത്തുള്ളി എന്ന് പറയുമ്പോ ഭയങ്കര പേടിയാണ്. ഓളെ അടുക്കളയിൽ എത്തിയിട്ട് ഏറ്റവും പണ്ട് ഏറ്റവുമല്ലേ അന്നേരം ചെറുതായിരുന്നു. അതാ വെളുത്തുള്ളി വരുന്ന പറഞ്ഞ് വെളുത്തുള്ളി എടുത്തെടുക്കും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്ത് വരും. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഓള് വെച്ച് എന്തോ വേറെ സാധനമാണ്, അതുകൊണ്ട് ആ ഭാഗത്തേക്കേ പോകില്ല. ചെറിയ സാധനം മതി ഓളെ പറ്റിക്കാൻ. ആ അത്രേ ഉള്ളൂ. പിന്നെ ഉറങ്ങണ്ടിക്കലൊരു നൂല് കൊടുത്താൽ മതി. ആ നൂല് ഇങ്ങനെ തിരുമ്പിയിട്ട് ഉറങ്ങിക്കോളാണ്. ചെറിയ പിള്ളേരിൽ അങ്ങനെ ചില കിടന്നു. അത് അതിൽപ്പെട്ട ഒരാളാണ്. അന്നേരം നമ്മളെ വീട്ടിലാണ് ചേച്ചിയും അതിന്റെ ടീച്ചർ വീട്ടിൽ. അപ്പൊ നമ്മളന്നേരം കുരുത്തക്കേട് പറഞ്ഞാൽ നമ്മള് വിചാരിക്കും ചെറുപ്പത്തിൽ മാത്രമേ കുരുത്തക്കേടുള്ളൂ. അല്ല, വലുതായിട്ടാണ് ശരിക്കുള്ള കുരുത്തക്കേട്. ഇതിലെ പരിപാടി ഇന്ന് കേക്ക് കട്ടിങ്, ചിക്കൻ കറി, നെയ്ച്ചോറ്. നമുക്ക് കഴിഞ്ഞല്ലേ? അപ്പൊ നമുക്ക് എന്നാല് കേക്ക് കുറിക്കുന്ന പരിപാടിയിലേക്ക്. അപ്പൊ അങ്ങനെ കേക്ക് കുറിക്കാൻ നോക്കലാന്ന് ചന്ദ്രൻ വിളിച്ചിട്ടുണ്ട്. ചെങ്ങന്മാരുണ്ട്. ഹായ് 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 എല്ലാരും ഉണ്ട്. എന്നാ പിന്നെ കുറിക്കാം. ചോക്ക് ഹാപ്പി ബർത്ത്ഡേ. ഞാനോടീൻ്റെ വീടാണ്. മറ്റന്നാള് അമ്മേന്റെ സമ്മാനമാണ്. അങ്ങനെ കടിയല്ല കഴിഞ്ഞിട്ട് ഒരു ഉമ്മ കിട്ടിയതാ. കേക്ക് മുറിയെല്ലാം കഴിഞ്ഞില്ലേ? കവി ഇങ്ങളെ നേരത്തെ ഉണ്ടായിരുന്നല്ലേ? നമ്മള് നേരത്തെ ഇതെല്ലാം റെഡിയാക്കാൻ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അനു എല്ലാവർക്കും ഇങ്ങനെ കൊടുത്ത തന്നെ കുറച്ച് നിന്നിട്ട് വരുന്നൊക്കെ ഓളാന്ന് കഷ്ണം കഴിച്ച് കൊടുക്കുന്നു. എല്ലാരും ഓരോ വഴിക്ക് പോയി. അമ്മ ഇരുന്നിട്ടുണ്ട്. കവി നടക്കലാന്ന് രാത്രി ചോറുന്നാല് കുറച്ച് സമയം നടക്കൂ. രാവിലെ ഉച്ചക്ക് ഇപ്പോൾ ചോറുണ്ടാലും അങ്ങനെ ഇരിക്കറല്ല. അപ്പോൾ കുറച്ച് സമയം നടന്ന് ഒരു നല്ല സെറ്റാക്കി പിന്നെ പോയി ഇരിക്കും. അപ്പോൾ അങ്ങനെ അങ്കിതിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാവരും വന്നു. ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരു ഭാഗത്തേക്ക് പോയി. നമ്മളങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേനെ കൊണ്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്തതാണ്. പുതിയ വിശേഷമായിട്ട് നാളെ എല്ലാവർക്കും ബൈ.